ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പം നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് ആൻഡ് തോട്ട്സ് ആണ്. ഇന്നത്തെ അവരുടെ ഫീലിങ്സ് ആൻഡ് തോട്ട്സ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്കും അതുപോലെ തന്നെ പേഴ്സണൽ ഹീലിങ്ങിന് ആവശ്യമുള്ളവർക്ക്, അട്രാക്ഷൻ, ഫിനാൻഷ്യൽ, ഹെൽത്ത് അങ്ങനെ ഓക്കെ ആവാനുള്ള അങ്ങനെയുള്ള സംതിങ് ബ്രേസ്ലെറ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ അതിനും വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. മാക്സിമം കോൾ ചെയ്യാതിരിക്കുക, മെസ്സേജ് അയയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. ഇതിലെ പോസിറ്റീവ് കാര്യങ്ങൾ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് ഓർ സബ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ പേഴ്സൻ്റെ ഇന്നത്തെ കറണ്ട് ഫീലിങ്സ് ആൻഡ് തോട്ട്സ് എന്താണ്? 3 ഓഫ് പെൻഡക്കിൾസ് വന്നിട്ടുണ്ട്. ചെറിയൊരു റീഡിംഗ് ആയിരിക്കും കേട്ടോ. ജഡ്ജ്മെൻറ്റ്, 8 ഓഫ് വൺസ്, 7 ഓഫ് വൺസ്, Ace of Pentacles, Queen of Swords, Queen of Wands, Queen of Cups and 5 of Swords in energy ആണ് ഫൈനലി വന്നത്. ബോട്ടം ഓഫ് ദ ഡെക്ക് 7 ഓഫ് പെൻഡക്കിൾസ് ആണ്. സൺ കാർഡ് ഉണ്ട്, ഈസ് ഓഫ് വാൻഡ്സ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്കിനകത്ത് റിയൂണിയൻ ആൻഡ് ന്യൂ ബിഗിനിങ് ആണ്. ഇവിടെ ഒരു ഗ്രോത്ത് ആണ് കാണുന്നത്. ഓക്കെ, അപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് ആൻഡ് തോട്ട്സ് 3 ഓഫ് പെൻഡക്കിൾസ് ആണ് ഇവിടെ ആദ്യം തന്നെ വന്നിട്ടുണ്ടായിരുന്നത്. സോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരാൻ ആഗ്രഹിക്കുന്ന സംതിങ് ലൈക്ക് എനർജിയാണിത്. ഓക്കെ, ഇവരുടെ ഗോൾസ് അച്ചീവ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അതായത് നിങ്ങളിപ്പം എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് സ്ട്രഗിൾ ചെയ്ത് ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ ഒരു കമ്മിറ്റ്മെൻറ്റ് തരിക. അപ്പം ബിസിനസ്സോ കരിയർ റിലേറ്റഡ് ആണെങ്കിൽ അതിൽ ഹെൽപ്പ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് എങ്ങനെയാണോ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിൽ അവരും കൂടി നിങ്ങളെ ഒരു ടീം വർക്ക് പോലെ അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് പോലെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള രീതിയിൽ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു സെക്യൂരിറ്റി തരിക, അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് പ്രൊട്ടക്റ്റഡ് ആക്കുക എന്നുള്ള രീതിയിൽ ക്യൂൻ ഓഫ് വാൻഡ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങളെക്കുറിച്ചിട്ട് ഈ പേഴ്സൺ ചിന്തിക്കുമ്പം നിങ്ങൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. ആൻഡ് ഇവർക്ക് കൂടുതലും നിങ്ങളിലേക്ക് തന്നെ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പം ഒറ്റപ്പെട്ടുള്ള ഒരവസ്ഥയാണ് എന്നുള്ള രീതിയിലൊക്കെ നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. അതായത് നിങ്ങളുടെ സിറ്റുവേഷൻസിനെ ഈ പേഴ്സണും കൂടി അക്സെപ്റ്റ് ചെയ്തെടുക്കുക എന്നുള്ള രീതിയിലൊക്കെ നിങ്ങളുടെ അവസ്ഥ എന്താണോ അത് അവരുടെ അവസ്ഥയായിട്ട് അവർ ഫീൽ ചെയ്യുകയാണ്, ഓർ അവരതിനെ ഏറ്റെടുക്കുന്നത് പോലെയാണ്. നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ള രീതിയിൽ, ഒരു ക്യൂണിൻ്റെ എനർജിയിൽ ഇരിക്കുന്ന ഒരാളാണെന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു റിയൂണിയൻ പോസിബിലിറ്റി, സ്പീഡ് ആക്ഷൻ എനിക്ക് കാണുന്നുണ്ട്. നിങ്ങളിപ്പോൾ മാനിഫെസ്റ്റ് കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ട്, ഈ പേഴ്സണിന് വേണ്ടിയിട്ട് എന്തെങ്കിലും മാനിഫെസ്റ്റ് കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും ബ്ലാക്ക് മാജിക്കോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനിലൊക്കെ ഭയങ്കരമായിട്ടും ഇങ്ങനെ കുടുങ്ങി നിൽക്കുന്ന ഒരാളാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ മീൻസ് അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹീലിംഗ് അല്ലെങ്കിൽ പൂജ, അങ്ങനെ എന്തെങ്കിലും പ്രെയർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്കൊരു സ്പീഡ് ആക്ഷൻ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതായത് നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യും എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ഒന്നും ഈ പേഴ്സൺ അയക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ ബ്ലോക്ക് അഴിച്ചിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നതായിരിക്കും. അതൊരു സ്പീഡ് ആക്ഷൻ ആണ്, നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോങ് ടേം ടൈം എടുക്കില്ല എന്നുള്ളതാണ്. ഓക്കെ, അവരുടെ ഭാഗത്ത് നിന്നും ഒരു ആക്ഷൻ നിങ്ങളിലേക്ക് വരിക. ഓക്കെ, അത് മെസ്സേജ് ഓർ ഇൻഫർമേഷൻസ് ഓർ അങ്ങനെയുള്ള എന്തെങ്കിലും ഇപ്പം നിങ്ങളെ ട്രാവൽ ചെയ്ത് കാണാൻ വരുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു ക്വിക്കായിട്ടുള്ള നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഒരു ആഗ്രഹം അത് ആ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് സന്തോഷകരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഇടയിൽ വലിയൊരു സ്റ്റേജ്, ഓക്കെ, അത് കർമ്മ ഫേസ് ചെയ്തായിരിക്കാം.
ആ ഒരു സ്റ്റേജ് ഇപ്പം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ റീബേർത്തിൻ്റെ ഒരു സ്റ്റേജാണ്. അതായത് ന്യൂ ബിഗിനിങ്, റീയൂണിയൻ, അതുപോലെ തന്നെ നിങ്ങൾ ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്യാത്ത ഈ പേഴ്സൻ്റെ ക്യാരക്ടറുകൾ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് തന്നെ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു റീയൂണിയൻ ന്യൂ ബിഗിനിങ് ആണ് നിങ്ങളുടെ ഈ ഒരു കറണ്ട് എനർജീനകത്ത്, ഈ പേഴ്സൺ എനർജീനകത്ത് കാണുന്നത്. അപ്പോൾ അത് അവരുടെ ആക്ഷനാണ്. ഓക്കെ, അവരെടുക്കുന്ന നെക്സ്റ്റ് ആക്ഷനാണത്. ഓക്കെ, അത് വളരെ സ്ട്രോങ് ആയിട്ടാണ് കാണുന്നതും. കാരണം ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ ഫേസ് ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു ഈ പേഴ്സൻ്റെ ലൈഫിൽ അത് എൻഡ് ആയിട്ടുണ്ട് ആൻഡ് റീബേർത്ത് സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, റീബേർത്ത് സംഭവിക്കുമ്പോഴത്തേക്കും പല ലെസൺസ് എടുക്കും, പലതും നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു ബോധം വരും. അതായത് ഒരു റിഗ്രറ്റാണ്, അല്ലെങ്കിൽ വന്നിട്ടുള്ള വഴികളിലെ തെറ്റുകളെല്ലാം മനസ്സിലാക്കുക എന്നുള്ളത്. എന്തായാലും ഈ പേഴ്സൻ്റെ ലൈഫിൽ ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ട്. അവർ ഫോർഗീവ്, അതായത് ഒരു മാപ്പപേക്ഷ, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അതെല്ലാം അവർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങളുടെ അവസ്ഥകൾ എന്താണെങ്കിലും അത് ഈ വ്യക്തി അക്സെപ്റ്റഡ് ആക്കുകയാണ്, അല്ലെങ്കിൽ അവരത് അവരുടെ വിഷയമായിട്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു സിറ്റുവേഷനായിട്ട് അവരതിനെ സ്വീകരിക്കുകയാണ് എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളുടെ ഇടയിലെ പ്രോബ്ലംസ് എന്താണോ, ചിലപ്പം തേർഡ് പാർട്ടി സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ മാരീഡ് പേഴ്സൺസ് ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും ാണ് ഏജ് ഡിഫറൻസ്, അല്ലെങ്കിൽ റിലീജിയൻ പ്രോബ്ലംസ്, എന്താണെങ്കിലും ഈ പേഴ്സൺ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പോവാണ് എന്നുള്ള രീതിയിലാണ്. അതിനെ ഒരു അവേക്കനിങ് സ്റ്റേജാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്, ഒരു ബോധം വരിക. ഓക്കെ, അതാണ് ഇവിടെ മെയിൻലി. ആൻഡ് ഏസ് ഓഫ് പെൻഡക്കിൾസ് വന്നിട്ടുണ്ട്. ഇതും ഓപ്പർച്യൂണിറ്റി, നിങ്ങൾക്ക് പുതിയൊരു ഓപ്പർച്യൂണിറ്റി പേഴ്സൺ തരാൻ പോവുകയാണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഒരു ചാൻസ് അവർ തരാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഒരു ചാൻസ് അവർ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്. ഓക്കെ, അബണ്ടൻസ് ആണ് കാണുന്നത്. നിങ്ങൾ ഇത്രയും നാളും വെയിറ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യമായിരിക്കാം ഇതെല്ലാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീം ആയിരിക്കാം. നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റോ ഒരു പ്രെയറൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാകാം. എന്തായാലും നിങ്ങൾക്കുള്ളൊരു റിസൾട്ടാണിത്. ഇത് ക്ലെയിം ചെയ്യാട്ടോ. ഒരു പോസിറ്റീവ് എനർജി, 5 ഓഫ് സോർട്സിന് എനർജി വന്നിട്ടുണ്ട്. ഐ തിങ്ക് ചിലപ്പോൾ ഇതൊരു എക്സ്ട്രാ മറിറ്റൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ഏജ്ഡ് ആയിട്ടുള്ള ആളുകളായിരിക്കാം, കുറച്ച് ഡിസ്റ്റൻസ് ഉള്ള ആളുകളായിരിക്കാം, ചിലപ്പം ഒരുപാട് നാളുകൾ കൊണ്ട് ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ അനുഭവിക്കുന്ന ആളുകളായിരിക്കാം. ഇത് ഒരു ചീറ്റിംഗ് കാർഡ് തന്നെയാണ്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു ചീറ്റിംഗ് ആണ്. തേർഡ് പാർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി ഇതിൻ്റെ ഇടയിൽ വന്ന് നിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ഇടയിൽ പ്രോബ്ലംസ് ക്രിയേറ്റ് ആയിട്ടുള്ളത്. ഇതിൽ ഒരാൾ റിലേഷൻഷിപ്പിൻ്റെ വാല്യൂ മനസ്സിലാക്കിയിട്ടില്ല. ഇത് ചിലപ്പം നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. അതായത് ഈ റിലേഷൻഷിപ്പ് വന്ന സമയത്ത് ഭയങ്കര സീരിയസ് ആയിട്ട് വന്നിട്ടുള്ളതൊക്കെ ആയിരിക്കാം. പക്ഷെ നമ്മൾ എപ്പോഴും റീഡിങ്സിൽ പറയുന്നത് പോലെ ഇവർ ഈ റിലേഷൻഷിപ്പിനെ വളരെ സിമ്പിളായിട്ട് കണ്ടിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി വരുമ്പോഴത്തേക്കും, വേറൊരു വ്യക്തി വരുമ്പോഴത്തേക്കും ചതിച്ചിട്ട് പോവുക, അല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എക്സ്ട്രാ മറിക്കുലർ റിലേഷൻഷിപ്പ് ആണെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ എക്സ്ട്രാ മറിക്കുലർ റിലേഷൻഷിപ്പിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളല്ല. ബട്ട് ഇതൊരു സോൾ കണക്ഷനൊക്കെ ആണെങ്കിൽ ഓക്കെ, അപ്പോൾ എക്സ്ട്രാ മറിക്കുലർ റിലേഷൻഷിപ്പ് ആണെങ്കിൽ ആ വ്യക്തിക്ക് ഓൾറെഡി നിങ്ങളെക്കാൾ മുന്നേ ഒരു പേഴ്സൺ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉണ്ടെങ്കിൽ അത് പിന്നീട് നിങ്ങളെ ഇവർ തന്നെ ആയിരിക്കാം പ്രേരിപ്പിച്ച് ഈ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടാവുക. എന്നിട്ട് പിന്നെയും അതിലേക്ക് തന്നെ റിട്ടേൺ അവർക്കതൊരു റിഗ്രറ്റൊക്കെ തോന്നിയിട്ട് അവർ തിരിച്ചു പോവുക, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു ചീറ്റിംഗ് എനർജിയാണ്. ഓക്കെ, സിറ്റുവേഷൻസ് ആണെങ്കിൽ പോലും നമ്മൾ അറിഞ്ഞുകൊണ്ടൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ചീറ്റിങ് തന്നെയാണ്. സോ അങ്ങനെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ വാല്യൂ മനസ്സിലാക്കാതെ അവർ യൂട്ടിലൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു അബ്യൂസ് ചെയ്യുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. അതൊക്കെ ഇപ്പോൾ ഒരു ഫോർഗീവ് സ്റ്റേജിലാണ് ഉള്ളത്. അതിൻ്റെ റീസൺ ആ ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ ഫേസ് കഴിഞ്ഞതുകൊണ്ടായിരിക്കാം. ക്യൂൺ ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ടായിരുന്നു. ഈ പേഴ്സണ് നിങ്ങളടുത്ത് ഒരുപാട് ഫീലിങ്സ് ഉണ്ട്, ഒരുപാട് ഇമോഷൻസ് ഉണ്ട്. ഇവർക്കത് അൺലിമിറ്റഡ് ആണ്, അല്ലെങ്കിൽ അത് അവർക്ക് ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ അതിനെ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് വെക്കാനോ പറ്റുന്ന ഒരു കാര്യമല്ല. ബട്ട് അവരതിനെ സ്റ്റേബിളാക്കി വെക്കുന്നുണ്ട്. ഓക്കെ, കാമായിട്ടിരിക്കുന്നുണ്ട്, ക്വയറ്റായിട്ടിരിക്കുന്നുണ്ട്, സ്വയം ഒന്ന് കംഫോർട്ടായിട്ടിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ബട്ട് അതവർക്ക് അവരെ കയ്യിൽ നിന്നും ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് എന്താ പറയുക, ഇപ്പം ആലോചിച്ച് മെമ്മറീസിൽ ഇവർ സ്റ്റക്കായിട്ടിരിക്കുകയാണ്, ആലോചിച്ച് മിസ് ചെയ്തിരിക്കുകയാണെങ്കിൽ അവർ അതിൽ തന്നെ കുറേ നേരം ഇവർക്ക് ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരിക. അതൊരു മിസ്സിങ് എനർജിയാണ്. ആൻഡ് ഇമോഷണലി ഭയങ്കരമായിട്ടും നിങ്ങളടുത്ത് കണക്റ്റ് ആവുന്നതാണ്. ഓക്കെ, സ്വയം ഹീൽ ചെയ്യാൻ ഇവർ ശ്രമിക്കുന്നുണ്ട്. സ്വയം ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവരുടെ ഇമോഷണൽ പെയിൻ ആണെങ്കിലും എന്താണെങ്കിലും അവരതിനെ ഹീൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഈ പേഴ്സൺ സ്വയം ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇവർ തന്നെ സ്വയം വരുത്തി വെച്ചതാണ് ഈ ഇമോഷൻസ് എല്ലാം, അല്ലെങ്കിൽ ഈ ഒരു പെയിൻ എല്ലാം എന്നുള്ളത് ഈ പേഴ്സണ് നന്നായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ സ്വയം സ്റ്റേബിൾ ആകാൻ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ സ്വയം ഒരു കെയർ കൊടുക്കുകയാണ്
പോവുകയാണ്, അല്ലെങ്കിൽ അവർ നിങ്ങളുടെ അടുത്ത് ഇപ്പം ചിലപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്താലോ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് തർക്കിക്കാൻ പോയാലൊന്നും ഈ പേഴ്സൺ അങ്ങനെ തർക്കിക്കാൻ വരത്തില്ല. അല്ലെങ്കിൽ ഈ പേഴ്സൺ പഴയതുപോലെ ഇങ്ങനെ ഒരുപാട് റീസൺസ് പറയുക, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നീ എൻ്റെ അവസ്ഥ മനസ്സിലാക്കുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ ഒരു മാനിപ്പുലേഷനൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. അതൊന്നും ഇപ്പം ഈ പേഴ്സൺ ചെയ്യില്ല. കാരണം ഇവർക്കത് ഇപ്പം ഒരു അവേക്കനിങ് സ്റ്റേജാണ്. സോ അവർ കാമായിരിക്കും എന്നുള്ളതാണ്. തർക്കിക്കാനൊന്നും വരത്തില്ല. ഇവിടെ ജസ്റ്റിസ്, നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടാൻ പോവുകയാണ് എന്നുള്ളതാണ്. അവർക്കൊരു ജഡ്ജ്മെൻറ്റ് ആൻഡ് നിങ്ങൾക്കൊരു ജസ്റ്റിസ്. ഓക്കെ, അപ്പം ഇത് ക്ലെയിം ചെയ്യാം കേട്ടോ. ഇത് ക്ലിയർ ആവാൻ പോവുകയാണ് ഈ ഒരു കേസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ഈ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഓക്കെ, നിങ്ങളുടെ ഇടയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ പേഴ്സൺ ഇനി എഗെയിൻ നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അതിനൊക്കെ ഒരു ക്ലിയർ ബൗണ്ടറി വെച്ചിട്ട് മാത്രമേ നിങ്ങളിലേക്ക് വരത്തുള്ളൂ. അതായത് ഇപ്പം അവർക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാൻ അവർക്ക് അറിയാം, ഒരു പക്വത തോന്നുക അല്ലെങ്കിൽ ഒരു മെച്യൂരിറ്റിയിലേക്ക് അവർ വരിക എന്നുള്ളതാണ്. അതായത് അവരെല്ലാം ഒരു ക്ലിയർ ബൗണ്ടറിയിൽ സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങളെ അപ്രോച്ച് ചെയ്യത്തുള്ളൂ. ആൻഡ് ഇവിടെ അവസാനമായിട്ട് 7 ഓഫ് വാണ്ട്സിൻ്റെ എനർജി നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു. ഇത് അവരുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കാൻ ഈ പേഴ്സണ് സാധിക്കും എന്നുള്ളതാണ്. ഇപ്പം അതായത് ഇവർക്ക് മെയിൻറ്റെയിനിങ് പറ്റും, കൺട്രോളിങ് പറ്റും എന്നുള്ളതാണ്. നിങ്ങൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകും. ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കാരണം ഈ പേഴ്സൺ സ്റ്റക്കായിട്ട് നിന്നതും, അതുപോലെ തന്നെ നിങ്ങളിലേക്ക് ഒരു ഡിസിഷൻ എടുത്ത് വരാത്തതും, അവർക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇപ്പം അതിലെല്ലാം അവർ സ്ട്രോങ് ആയിട്ടുണ്ട്. അവർക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ഇനി വരുന്ന ചാലഞ്ചുകളെല്ലാം തന്നെ അവർ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാണ്. ഇപ്പം എന്തൊക്കെ ഭീഷണികളോ അല്ലെങ്കിൽ എന്തൊക്കെ സിറ്റുവേഷൻസ് വന്നാലും അവരുടെ സ്റ്റാൻഡിൽ തന്നെ ഇനി ഉറച്ചു നിൽക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമ്മളിവിടെ നോക്കിയത് അവരുടെ കറണ്ട് ഫീലിങ്സും തോട്ട്സും ആണ്. പക്ഷെ നമുക്ക് കൂടുതലായിട്ടും അവരുടെ സിറ്റുവേഷൻസ് ആണ് കാണാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. അതായത് അവരുടെ ആക്ഷൻസും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പം ഇതിൽ പലതും അവരുടെ തോട്ട്സ് തന്നെയാണ്. അവർ നെക്സ്റ്റ് ആക്ഷനായിട്ട് അവരൊരു കാര്യം തീരുമാനിക്കണമെന്നുണ്ടെങ്കിൽ അത് അവരുടെ തോട്ട്സിലൂടെ പോകുന്ന കാര്യങ്ങളാണ്. സോ റിയൂണിയൻ എന്ന് പറയുന്നതും റീബർത്ത് എന്ന് പറയുന്നതും അവരുടെ അവേക്കനിങ് ഒക്കെ അവരുടെ തോട്ട്സ് തന്നെയാണ്. ആൻഡ് ഇവിടെ നമുക്ക് ഫീലിങ്സ് ആയിട്ട് കണ്ടിട്ടുള്ളത് അവർ ഒരുപാട് ഇമോഷണലി നിങ്ങളുടെ അടുത്ത് കണക്ട് ആവുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഒരുപാട് ഫീലിങ്സ് നിങ്ങളുടെ അടുത്ത് ഉണ്ട് എന്നുള്ളതാണ്. അത് എപ്പോഴും നമ്മൾ കാണാറ്, റീഡിങ്സ് നോക്കുമ്പോൾ കാണാറ് കൺട്രോൾഡ് ആണ് അല്ലെങ്കിൽ അത് ബാലൻസ്ഡ് ആണ് എന്നുള്ളതാണ്. പക്ഷേ ഇത് അവർക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മളിവിടെ കണ്ടത്. ഓക്കെ, നമുക്കിനി സോഡിയക് സൈൻ നോക്കാം. അക്യൂറിയസ് ഉണ്ട്, ലിബ്ര, ലിയോ, ക്യാൻസർ ഉണ്ട്, സാജിറ്റേറിയസ്, ഏരിയസ്, കാപ്രിക്കോൺ, ടോറസ്, ക്യാൻസർ അഗെയിൻ. ഓക്കെ, ഇത്രയാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ള സോഡിയക് സൈൻ. ഇനിയിപ്പോൾ നിങ്ങളിത് എപ്പോഴായിരിക്കും ഇത് എക്സ്പീരിയൻസ് ചെയ്യുക എന്ന് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ വന്നിട്ടുണ്ടായിരുന്നത് 8 ഓഫ് വാണ്ട്സിൻ്റെ എനർജിയിലാണ് വന്നിട്ടുള്ളത്. അതൊരു അൺഎക്സ്പെക്റ്റഡ് ആണ് എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ഡിലേ അല്ല എന്നാൽ ഫാസ്റ്റും ആയിരിക്കില്ല. എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല. ചിലവർക്ക് പെട്ടെന്ന് അത് എത്തിയേക്കാം. അതായത് ചിലപ്പം ഇന്ന് തന്നെ വരാം, ചിലപ്പോൾ നാളെ ആയിരിക്കാം, ചിലപ്പോൾ ഒരു 1 വീക്കിന് ശേഷം ആയിരിക്കും. അതെന്തായാലും കുറേ ലോങ് ടേം എന്തായാലും പോവില്ല. പക്ഷേ നിങ്ങൾക്കത് അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് ഇവരുടെ ഒരു അപ്രോച്ചിങ്, സ്നേഹത്തോടുള്ള ഒരു അപ്രോച്ചിങ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പം ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ ഇന്നലെ ഞാനൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ഷീണാപ്പോൾന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ളൊരു പേരാണ്. അവർ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനത്തെ വീഡിയോസൊന്നും കാണരുത്, ഇത് ഡെമോണിക് ആണെന്ന്, ഇത് പൈശാചികമായിട്ടുള്ളൊരു സംഭവമാണെന്നാണ് ആ ലേഡി പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ടാരോട്ട് എന്ന് പറയുന്നത് ദൈവികമായിട്ടുള്ള കാര്യമാണ്. ദൈവത്തിൽ വിശ്വസിച്ച് ചെയ്യുന്ന ഒരു കാര്യം ഒരു ആസ്ട്രോളജിസ്റ്റും അല്ലെങ്കിൽ ഒരു ടാരോട്ട് റീഡറും ഒരിക്കലും ഒരു പൈശാചികമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയോ തെറ്റായ വഴിയിലേക്ക് നയിക്കുകയോ ചെയ്യത്തില്ല. സ്പിരിച്വൽ ജേണിയിലേക്ക് അങ്ങനെയുള്ള ആളുകളെ എത്തിക്കത്തുമില്ല. സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കത്തില്ല. എന്തിനാണ് പിന്നെ ഇതിന് സ്പിരിച്വൽ എന്ന് പറയുന്നത്? അവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല, അവർ ചിലപ്പം ദൈവം എന്ന് പറഞ്ഞ് ആരാധിക്കുന്നത് ചിലപ്പോൾ വല്ല പിശാചിനെയൊക്കെ ആയിരിക്കും, അതുകൊണ്ടായിരിക്കാം. അപ്പം അങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഇത് ഒരിക്കലും അങ്ങനെയുള്ള ഒരു സംഭവമേ അല്ല. ഇത് ദൈവത്തിൽ വിശ്വസിച്ച് മാത്രം ചെയ്യുന്നൊരു കാര്യമാണ്.
സ്പിരിച്വൽ എന്ന് പറയുന്നത് ഒരിക്കലും ആ ഒരു വേവ് ലെങ്തിലേക്ക് പോകുന്നൊരു കാര്യമല്ല. ബ്ലാക്ക് മാജിക്കിനെ സപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയോ ആ റൂട്ടുകൾ പറഞ്ഞു കൊടുക്കുകയോ അങ്ങനത്തെ ഒന്നും ചെയ്യത്തില്ല. സെൽഫ് ലവ് എന്ന് പറയുന്നത് അവനവനെ സ്നേഹിക്കുന്നതാണ്. അവനവനെ സ്നേഹിക്കുന്നത് ഒരിക്കലും തെറ്റായിട്ടുള്ള ഒരു കാര്യമേ അല്ല.